വലതുപക്ഷ മാധ്യമങ്ങളായ അതെല്ലാ തലങ്ങളിലുമുള്ളതാണ്. മീഡിയയും അതുപോലെ തന്നെ ചാനൽ ഉൾപ്പെടെ എല്ലാം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന കാര്യം അവർക്കത് കുറയാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് വ്യാപകമായ പ്രചാരവേല ഭരണവിരുദ്ധ വികാരമാണ്. ചേലക്കര അവർ അത് പ്രചരിപ്പിക്കുകയാണ്. എന്തായാലും ചേലക്കരയിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയാണല്ലോ സ്വാഭാവികമായിട്ട് ചേലക്കര തൂക്കുമെന്നായിരുന്നു അവരുടെ ധാരണ. ചേലക്കര തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അങ്ങനെയൊന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ തകർക്കാൻ സാധിക്കുന്നതല്ല. കൃത്യമായി 12,000-ലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ചേലക്കര ജയിക്കാൻ സാധിച്ച സാഹചര്യം. അപ്പോൾ മാധ്യമങ്ങൾ എന്തെല്ലാം ശ്രമിച്ചാലും, നിങ്ങൾ നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്, എല്ലാം ശ്രമിച്ചാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ജനങ്ങൾ 99 സീറ്റ് നൽകി വിജയിപ്പിച്ചതുപോലെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു വിജയത്തിലേക്കാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മുന്നോട്ടേക്ക് പോകാനുള്ളത് എന്ന കാര്യം ഞങ്ങളറിയാം. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സംഘടനാ പ്രവർത്തനം കരുതലോടെ മുമ്പോട്ടേക്ക് കൊണ്ടുപോകണം. ജാഗ്രതപ്പെട്ട സംഘടനാ രീതി, സംഘടനാപരമായിട്ടുള്ള കഴിവ് കെൽപ്പ് വർദ്ധിപ്പിച്ച് മുമ്പോട്ടേക്ക് പോകണം എന്നത് തന്നെയാണ് പ്രവർത്തന റിപ്പോർട്ടിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് അവതരിപ്പിച്ച് പോയിട്ടുള്ളത്. പുതിയ സാഹചര്യത്തെ നേരിടാൻ സംഘടന കൂടുതൽ ശക്തിയായ രീതിയിൽ മുന്നോട്ടേക്ക് പോകേണ്ടതായിട്ടുണ്ട് എന്നാണ്. അതിനായി പാർട്ടിയുടെ രാഷ്ട്രീയ നിലവാരം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ടേക്ക് വെച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ജാതീയതയുടെയും വർഗീയ ശക്തികളുടെയും സംരക്ഷണത്തിലുള്ള അതിനു വേണ്ടി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഇടപെടലുകളെയും പ്രതിരോധിക്കുന്നതിനുള്ള പ്രായോഗിക പദ്ധതികളും ഈ സമ്മേളനത്തിന് മുമ്പാകെ അവതരിപ്പിച്ച് ചർച്ച ചെയ്യുകയാണ്. പാർട്ടിക്കകത്ത് കടന്നു വരുന്ന തെറ്റായ പ്രവണതകളെ സ്വയം വിമർശനപരമായ നിലപാടുകളിലൂടെ നവീകരിച്ച് തിരുത്തുക എന്നുള്ള സമീപനം സമ്മേളനത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതില്ലാതാക്കുന്നതിനുള്ള ഇത്തരത്തിലുള്ള പ്രവണതകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ നിർദ്ദേശിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്.